എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ജയൻ സ്വീറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഷെഫ് ജെനിസൺ. പഫ് പേസ്ട്രി ഇഷ്ടപ്പെടാത്തവരായി നമ്മിൽ ആരും തന്നെ ഇല്ലല്ലോ. പലപ്പോഴും ഉണ്ടാക്കിയെടുക്കുവാൻ അല്പം ബുദ്ധിമുട്ട് നിറഞ്ഞവയാണ് പഫ് പേസ്ട്രികൾ. ഇതിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് പഫ് പേസ്ട്രി എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. മൈദ 250 ഗ്രാം, പഞ്ചസാര 15 ഗ്രാം, ഉപ്പ് 5 ഗ്രാം, വാനില പൗഡർ 5 ഗ്രാം, ബട്ടർ അല്ലെങ്കിൽ മാർഗരിൻ 13 ഗ്രാം, പഫ് മാർഗരിൻ 140 ഗ്രാം, വെള്ളം 125 ഗ്രാം. ആദ്യമായി വൃത്തിയുള്ള ഒരു പാത്രത്തിലേക്ക് അളന്നു വെച്ചിരിക്കുന്ന മൈദയോടൊപ്പം പഞ്ചസാര, ഉപ്പ്, വാനില പൗഡർ, ബട്ടർ, വെള്ളം എന്നിവ ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. തുടർന്ന് ഒന്നായി കുഴച്ച് യോജിപ്പിച്ച ഈ മാവിനെ ഒരു വർക്ക് ടേബിൾ ടോപ്പിലേക്ക് മാറ്റി നന്നായി തേച്ച് കുഴയ്ക്കുക. 10 മിനിറ്റ് സമയം ഈ രീതിയിൽ കുഴയ്ക്കേണ്ടതാണ്. തുടർന്ന് ഈ മാവിനെ ഉരുട്ടി വെച്ച ശേഷം 5 മിനിറ്റ് സമയം വിശ്രമം അനുവദിക്കുക. വീഡിയോയിൽ ഈ കാണുന്നതാണ് പഫ് മാർഗരിൻ. ഇത് പഫ് തയ്യാറാക്കുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. ഇതിന്റെ പരുവം മറ്റു മാർഗരിനെ അപേക്ഷിച്ച് കടുപ്പം ഉള്ളതാണ്. പരത്തിയ മാവിൽ 2 തവണയായി തേച്ച് പിടിപ്പിക്കുന്നതിനായി 140 ഗ്രാമാണ് മൊത്തത്തിൽ ഇതെടുത്തിരിക്കുന്നത്. വിശ്രമത്തിന് ശേഷം മാവിനെ പരത്താൻ ആവശ്യമായ മൈദ ഉപയോഗിച്ച് ഒരു റോളറിന്റെ സഹായത്താൽ പരത്തി തുടങ്ങുക. ഇവിടെ നടുഭാഗത്തു നിന്നും പുറത്തേക്ക് എന്ന രീതിയിൽ ആദ്യം നീളത്തിലും പിന്നീട് വീതിയിലും വേണം പരത്തുവാൻ. പരത്തുമ്പോൾ അടിഭാഗത്ത് ആവശ്യത്തിന് മൈദ വിതറി കൊടുക്കേണ്ടതാണ്. റോളറിൽ മാവിനെ ഒരറ്റത്തു നിന്നും ചുരുട്ടിയെടുത്ത ശേഷം വേണം താഴെ പൊടി വിതറുവാൻ. ദീർഘചതുരാകൃതിയിൽ 1/2 സെന്റിമീറ്റർ കനത്തിൽ വേണം ഇത് പരത്തിയെടുക്കുവാൻ. ഇവിടെ അളന്നു വെച്ചിരിക്കുന്ന പഫ് മാർഗരിനിൽ നിന്നും പകുതി ഭാഗം, അതായത് 70 ഗ്രാം എടുത്ത് വീഡിയോയിൽ കാണുന്നത് പോലെ അല്പം അയച്ച ശേഷം പരത്തിയിരിക്കുന്ന മാവിൽ തേച്ച് പിടിപ്പിക്കേണ്ടതാണ്. ഈ രീതിയിൽ ചെയ്യുമ്പോൾ കൈകളിലെ നഖങ്ങൾ കൊണ്ട് ഷീറ്റ് മുറിയാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ സാവധാനം ശ്രദ്ധിച്ചു വേണം ഇത് ചെയ്യുവാൻ. മുഴുവൻ ഫാറ്റും തേച്ച ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു ഭാഗത്തിനുമേൽ മറുഭാഗം എന്ന രീതിയിൽ പകുത്ത് മടക്കിയെടുക്കുക. പിന്നീട് മടക്കി വെച്ച ശേഷം 3 മിനിറ്റ് വിശ്രമം അനുവദിക്കുക. തുടർന്ന് വീണ്ടും ഈ ഷീറ്റിനെ അടിയിൽ മൈദ വിതറി സാവധാനം പരത്തിയെടുക്കുക. ഇത് ആദ്യം ചെയ്ത രീതിയിൽ തന്നെ ആവർത്തിക്കുക. കൂടുതൽ ശ്രദ്ധിച്ചു വേണം പരത്തുവാൻ. കാരണം കൈകൾ കൊണ്ട് മുറിഞ്ഞാൽ ആദ്യ അടുക്കുകളിലെ ഫാറ്റ് വെളിയിൽ വരാൻ സാധ്യതയുണ്ട്. അര സെന്റിമീറ്റർ കനത്തിൽ പരത്തിയെടുത്ത ശേഷം ഇതിനു മുകളിൽ ബാക്കിയുള്ള 70 ഗ്രാം ഫാറ്റ് കൂടി ആദ്യം ചെയ്ത രീതിയിൽ തന്നെ തേച്ച് പിടിപ്പിക്കേണ്ടതാണ്. തുടർന്ന് വീഡിയോയിൽ കാണുന്നത് പോലെ ഇരുവശങ്ങളിൽ നിന്നും നടുവിലേക്ക് മടക്കി പിന്നീട് ഇരു മടക്കുകളെയും നടുവിലേക്ക് എന്ന ബുക്ക് ഫോൾഡിംഗ് രീതിയിൽ യോജിപ്പിച്ച് വെക്കുക. തുടർന്ന് 3 മിനിറ്റ് വിശ്രമം അനുവദിക്കുക.
മടക്കി വെച്ചിരിക്കുന്ന ഈ ഷീറ്റിനെ അടിയിൽ പൊടി വിതറിയ ശേഷം വീണ്ടും പരത്തി ഫാറ്റ് ഒന്നുമില്ലാതെ മടക്കിയെടുക്കുക. ഇവിടെ മടക്കേണ്ടത് ആദ്യ തവണ ചെയ്ത അതേ രീതിയിൽ തന്നെ ആയിരിക്കണം. ഇത്തരത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന പഫ് പേസ്ട്രി ഷീറ്റിനെ ഒരു ബട്ടർ പേപ്പർ ഉപയോഗിച്ച് പൊതിഞ്ഞ് തണുപ്പിച്ച് വെച്ച് ആവശ്യാനുസരണം 5 ദിവസം വരെ ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാനായി തയ്യാറാക്കുമ്പോൾ മാവ് കുഴയ്ക്കുന്ന സമയത്ത് ഒരു പകുതി നാരങ്ങ നീര് ചേർക്കാവുന്നതാണ്. ഇങ്ങനെ ചേർക്കുന്നത് കൊണ്ട് മാവിന്റെ വെളുത്ത നിറം നിലനിർത്തുവാൻ സഹായിക്കുന്നതാണ്. ഇവിടെ മുട്ട പപ്സ് തയ്യാറാക്കുന്നതിനാവശ്യമായ മസാല എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി 2 സവാള, 1 തക്കാളി, 2 പച്ചമുളക്, കറിവേപ്പില, 1 കഷ്ണം ഇഞ്ചി, 5 അല്ലി വെളുത്തുള്ളി എന്നിവ അരിഞ്ഞെടുക്കേണ്ടതാണ്. തുടർന്ന് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ കടുക് പൊട്ടിച്ച ശേഷം 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ചേർത്ത് മൂപ്പിക്കുക. തുടർന്ന് ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് വഴറ്റുക. ശേഷം അരിഞ്ഞ പച്ചമുളക്, കറിവേപ്പില, സവാള, 1 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് വഴറ്റുക. തുടർന്ന് ഇതിലേക്ക് അരിഞ്ഞ തക്കാളി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. നന്നായി വഴറ്റിയിരിക്കുന്ന ഇവയിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നതുവരെ മൂപ്പിക്കുക. തുടർന്ന് അല്പം തിളപ്പിച്ച വെള്ളം ചേർത്ത് വേവിക്കുക. കുറുകി വരുന്ന പരുവത്തിൽ തീയിൽ നിന്നും മാറ്റി തണുപ്പിക്കുക. പിന്നീട് പഫ്സ് തയ്യാറാക്കുന്നതിനായി നേരത്തെ തയ്യാറാക്കിയ ഷീറ്റ് അടിയിൽ അല്പം പൊടി വിതറിയ ശേഷം 1/2 സെന്റിമീറ്റർ കനത്തിൽ പരത്തിയെടുക്കുക. ശേഷം ഒരു പേസ്ട്രി കട്ടർ ഉപയോഗിച്ച് അരികുവശം കൃത്യമായി മുറിച്ചു മാറ്റുക. ഈ ഭാഗം വീണ്ടും പരത്തി ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് നിശ്ചിത അളവിൽ ഷീറ്റ് മുറിച്ചെടുക്കാവുന്നതാണ്. ഇവിടെ 12 × 12 സെന്റിമീറ്റർ അളവിലാണ് മുറിച്ചെടുക്കുന്നത്. ഇത് ആവശ്യാനുസരണം ഓരോരുത്തർക്കും വ്യത്യാസപ്പെടുത്താവുന്നതാണ്. ഇവിടെ ചെയ്യുന്ന അളവിലാണെങ്കിൽ 8 പപ്സ് വരെ തയ്യാറാക്കാവുന്നതാണ്. മുറിച്ചു വെച്ചിരിക്കുന്ന ഈ ഷീറ്റിന് മുകളിൽ അല്പം വെള്ളം തളിക്കുക. തുടർന്ന് തയ്യാറാക്കിയ മസാല 30 ഗ്രാം അളവിൽ നടുഭാഗത്തായി വയ്ക്കുക. പിന്നീട് പകുതിയായി മുറിച്ച മുട്ട മുകളിൽ കമിഴ്ത്തി വയ്ക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ 4 കോണിൽ നിന്നും നടുവിലേക്ക് മടക്കി പൊതിഞ്ഞെടുത്ത് അവസാന ഭാഗം അമർത്തി ഒട്ടിച്ചെടുക്കുക. തുടർന്ന് വൃത്തിയുള്ള ഒരു ബേക്കിംഗ് ട്രേയിൽ നിരത്തിയ ശേഷം ഇതിനു മുകളിൽ അല്പം എഗ് വാഷ് ചെയ്യുക. ട്രേ ഗ്രീസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. പലതരം പപ്സ് ഒരുമിച്ചാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ അവ തിരിച്ചറിയുന്നതിനായി മുകളിൽ അല്പം എള്ള് വിതറാവുന്നതാണ്. പിന്നീട് ഓവനെ 185 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യുക.
തുടർന്ന് 30 മിനിറ്റ് ബേക്ക് ചെയ്യുക. ബേക്കിംഗ് തുടങ്ങി 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് സമയം വരെ ആകുമ്പോഴേക്കും ഓരോ ലെയറുകളും മുകളിലേക്ക് ഉയർന്നു വരുന്നതായി കാണാൻ സാധിക്കും. ബേക്കിങ്ങിന് ശേഷം ചൂടോടുകൂടി തന്നെ വിളമ്പി തുടങ്ങാവുന്നതാണ്. നമ്മൾ തയ്യാറാക്കിയ പഫ് പേസ്ട്രി ഷീറ്റ് ഉപയോഗിച്ച് എങ്ങനെ ഒരു എഗ് പഫ്സ് തയ്യാറാക്കാമെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ സപ്പോർട്ടുകളും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.